ശ്യാമ, ഇന്നത്തെ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് പ്രാങ്കുകളെ കുറിച്ചാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു ചർച്ചയാണ്. ഈ പ്രാങ്കുകൾ എന്ന് പറഞ്ഞ സാധനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലത്ത്, ഈ പേര് പറയാമല്ലോ നമുക്ക്, സൂര്യ ടി വിയിലെ തരികിട, നമ്മുടെ സാബു മോൻ്റെ തരികിട സാബു എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. പുള്ളി ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ ചേച്ചി വേറെ ലെവലായി പോയി. അതിന് മുമ്പ് സൂര്യ ടി വിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. സൂര്യയിലാണോ ഏഷ്യാനിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഊരാ കുടുക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. സ്റ്റാൻഡേർഡ് പ്രാങ്കുകളായിരുന്നു അതിനകത്തൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ബിഗ് ബോസിൽ തന്നെ വന്ന ഡേഞ്ചർ ഫിറോസ്, അയാളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റ് പ്ലസ്സിൽ. ഇതൊക്കെ പണ്ടത്തെ പ്രാങ്കുകളായിരുന്നു. എനിക്ക് രസമായിരുന്നു കാണാൻ. ഒരു സമയം ഈ പ്രാങ്കുകളൊക്കെ കാണാൻ നമ്മളൊക്കെ വന്നിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി മുക്കിന് യൂട്യൂബ് ചാനലുകൾ ഓരോരുത്തന്മാർ തുടങ്ങുകയാണ്. അതിനകത്തെല്ലാം പ്രാങ്കുകൾ എന്ന് പറഞ്ഞ സാധനം അവതരിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ അവതരിപ്പിക്കുന്ന വിധമാണ് പ്രശ്നം. ഈ മിക്കി മൗസിൻ്റെ പടങ്ങളിട്ട് സ്ത്രീകളെ ചെന്ന് കെട്ടിപ്പിടിക്കുക, സ്ത്രീകളുടെ അടുത്ത് ചെന്നിരുന്നിട്ട് ഈ കിസ് ഓർ സ്ലാപ്പ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട്. അതായത് ഒന്നെങ്കിൽ ഉമ്മ തരിക, അല്ലെങ്കിൽ ചെകിട തടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി. സ്ത്രീകളോട് ഇങ്ങനെ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് കിസ് ആണോ സ്ലാപ്പ് ആണോ. അപ്പോൾ അവർക്കൊരു ട്രോമ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ. അങ്ങനത്തെ പ്രാങ്കുകളുണ്ടാവും. പിന്നെ ഈ വാട്ടർ ബലൂണിന് വെള്ളം നിറച്ചിട്ട് ആൾക്കാർ ദേഹത്ത് എറിഞ്ഞു കൊടുക്കുക. അങ്ങനെ പിന്നെ ചെവിയുടെ അടുത്ത് വന്നിട്ട് ഈ ഇതടിക്കുക, എന്താ പറയുക, നമ്മുടെ ഹോൺ അടിക്കുക. അങ്ങനത്തെ പ്രാങ്കുകളുണ്ട്. അങ്ങനത്തെ ഒരുപാട് പ്രാങ്കുകൾ നടത്തി ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. ആ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ഈ പ്രാങ്ക് എന്ന് പറയുന്ന സാധനത്തിൻ്റെ തന്നെ ഒരു വില പോയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നെ ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, ഈ സാറ്റലൈറ്റ് ചാനലുകളിലും ഒരു പ്രമുഖ ചാനലിലും ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ ആൾക്കാരെ എപ്പിസോഡ് ഇട്ട് പറ്റിക്കുന്ന ഒരു ചാനലുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സാധനം ചെയ്യണം. അത് പല കുടുംബങ്ങൾ തകർക്കുന്ന പ്രാങ്കാണ് അതിനകത്ത് നടക്കുന്നത് എന്നുള്ളതാണ്. ശ്യാമിൻ്റെ അഭിപ്രായം എന്താ ഈ മൊത്തത്തിലുള്ള ഈ പ്രാങ്കോളികളെ കുറിച്ച്? ഇവന്മാരൊരു സാമൂഹിക അപരാധമായി മാറുന്നുണ്ട്. എല്ലാവരുമല്ല, ഇത് വളരെ വൾഗറായിട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ പിന്നെ ധനുഷ് പറഞ്ഞ മിക്കി മൗസിൻ്റെ മാസ്ക് വെച്ചിട്ട് പോയ കഥ, അത് ഉണ്ടായ സംഭവമാണ്. ഇവിടെ നെയ്യാറ്റിൻകരയിലാണ് ഈ സംഭവം ഉണ്ടായത്. സ്കൂൾ കുട്ടികളെ രണ്ടുപേര്, മിഥുനും കണ്ണനും, ഈ രണ്ടവന്മാരും ചേർന്ന് സ്കൂൾ കുട്ടികളെ ഈ മാസ്ക് വെച്ചിട്ട് പോയി ചെന്ന് കെട്ടിപ്പിടിച്ചു. പെൺകുട്ടി, പിന്നെ പോക്സോയാണ്. പെൺകുട്ടികൾ നടന്നു വരുമ്പോൾ ഇതും ധരിച്ചില്ല, കുട്ടികളെ കയറി പിടിക്കുക, യൂട്യൂബിലിട്ടു, കേസായി. പ്രത്യേകിച്ചും കുട്ടികളുടെ മുഖം പോലും ബ്ലർ ചെയ്യാതെ എടുത്തിട്ടു. അത് മാത്രമല്ല, ധനുഷ് പറയുന്ന ഒരു സംഭവമുണ്ട്, ഈ കുട്ടികൾ പേടിച്ചു പോകും. അവർക്ക് കുറച്ചു നേരം ഈ പറയുന്ന പോലെ, കുറച്ചു നേരമൊന്നുമല്ല, ചിലപ്പോൾ കാലങ്ങളോളം ഈ ട്രോമ ഉണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ പിന്നെ ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ കുഞ്ഞിനെ പേടിപ്പിക്കുന്നു. അവൻ പേടിപ്പിക്കും ഭക്ഷണം കഴിക്കാൻ. കഥ പറഞ്ഞ് പേടിപ്പിക്കും. ഞാൻ പറഞ്ഞു രാത്രി ഇത് ഞെട്ടി ഉണരും. ഇപ്പം കഥ പറഞ്ഞതിനെ പേടിപ്പിക്കുകയാണ് ഭക്ഷണം കഴിക്കാതിരിക്കും. അപ്പോൾ ഇത് മനസ്സിൽ കിടക്കും കുഞ്ഞിൻ്റെ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും മാറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ് ആൻഡ് റൺ പ്രാങ്ക്. ബൈക്കിൽ വരിക, ആൾക്കാരെ ചവിട്ടുക, കുത്തുക, ഓടിക്കളയുക, പിന്നെ തെർമോകോളിന്റെ ഇത് വെച്ച് അടിക്കുക, ഓടുക. പിന്നെ അത് തന്നെ അവന്മാർ കാണിക്കുന്നു. തിരിച്ചു വന്നിട്ട് അവരോട് മാപ്പ് പറയുന്നതും അവരെ ഇത് പ്രാങ്കാണെന്ന് പറഞ്ഞ് തെളിയിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ത് പരിപാടിയാണിത്? ഒരു വെറുതെ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ ഇപ്പോൾ ഒരുത്തനെ എടുത്ത് നാട്ടുകാർ പഞ്ഞി കിട്ടും. ഒരു മനുഷ്യൻ പാർക്കിലിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് താടി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയൊക്കെ നോക്കി, ഇയാളാണോ ഫോണിൽ സംസാരിച്ചോണ്ടാണ്? അല്ല, ഈ ലുക്കൊന്നും അല്ല. കൊടുത്തയാൾ ശരിക്കും എടുത്തിട്ട് ഇടിച്ചു. അതിന്റെ വീഡിയോ ഇപ്പം വൈറലാണ്, ആ വീഡിയോ. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാമെന്ന് വിചാരിച്ചത്. ഒന്ന് ഇതുപോലെ. പിന്നെ മാത്രമല്ല, പിന്നെ ഈ ഫുഡ് സ്നാച്ചിങ്, നാട്ടുകാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം എടുത്തുകൊണ്ട് ഓടുക. നാട്ടുകാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം എടുത്തുകൊണ്ട് ഓടിക്കളയുക. എന്നിട്ട് അതൊരു പ്രാങ്ക്. വേറൊരു ടൈപ്പ് പ്രാങ്ക് കണ്ടിട്ടുണ്ട്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി ഞാനൊരു പ്രാങ്ക് ചെയ്യുന്ന ഒരാളാണ്. ഷ്യാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിക്കാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ച് ഷ്യാമിന്റെ ഇതിൽ നിന്ന് ഷ്യാം അറിയാത്ത പോലെ എടുത്ത് കഴിക്കുന്നു, സംസാരിച്ച് ഷ്യാമിന്റെ മുഖത്തോട്ടേ നോക്കുന്നില്ല. അതൊരു പ്രാങ്ക്. അതൊരു പ്രാങ്ക്. പിന്നെ ഉണ്ട് ഈ കീഴ്വായി വിടുന്ന ഒരു പ്രാങ്ക്. സ്കൂൾ കുട്ടികൾ വരുന്നിടത്ത് നമ്മുടെ ഈ തുണിക്കടയിൽ ഇരിക്കുന്ന ഡമ്മി ഉണ്ടല്ലോ, ഡമ്മിയെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. എന്നിട്ട് ഇതിന്റെ താഴെ ഒരു സ്പീക്കറും വെച്ച് കൊടുത്തിരിക്കുക. കുട്ടികൾ നടന്നു വരുമ്പോഴത്തേക്ക് ഈ ഡമ്മിയിൽ നിന്ന് ഈ സൗണ്ട് വരിക. അപ്പൊ കുട്ടികൾ പൊട്ടിച്ചിരിക്കുന്നു, ഒക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. പിന്നെ വേറൊരു സാധനം, അത് പിന്നെ സഹിക്കാം. ഈ കുട്ടികൾ വരുന്നിടത്ത് ഒരു ഡമ്മി കൊണ്ടുവച്ചിട്ട് ഈ കുട്ടികൾ ഇങ്ങനെ നടന്നു വരുന്ന, സ്കൂൾ കുട്ടികൾ വരുന്ന സ്ഥലമാണ്. സ്കൂൾ കുട്ടികൾ വരുന്ന സ്ഥലത്ത് ഈ കുട്ടികൾ എത്തുമ്പോഴത്തേക്ക് ഈ ഡമ്മിയുടെ ഡ്രസ്സ് ഊരി പോവുക. വലിയ ഭയങ്കര സാമൂഹിക പ്രശ്നമായിട്ട് ഇത് മാറും. ഇവന്മാർക്ക് അടി കൊടുക്കുക എന്ന് പറയുന്ന നാട്ടുകാർ ചിലപ്പോൾ ഇവന്മാരെ കൈവെക്കുക, ഒരു കൊലപാതകത്തിലേക്ക് കടക്കും. അതുപോലെ നാട്ടുകാർ കൈവച്ച ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ
എറണാകുളത്തെ ഒരു മീഡിയ വാ തുറന്നു കഴിഞ്ഞാൽ ഈ സ്കൂൾ കുട്ടികളുടെ അടുത്തൊക്കെ പോയി ദ്വയാർത്ഥത്തിൽ സംസാരിക്കുക, അങ്ങനെ അടി കൊടുത്തു. ചെവിക്കല്ല് പൊട്ടിപ്പോയി അതിന്റെ ക്യാമറമാന്റെ ചെവിക്കല്ല് പൊട്ടിയ സംഭവം ഉണ്ടായി. ഈ മലപ്പുറം താനൂര് കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു സംഭവം എന്താ അറിയോ? താനൂര് സ്കൂൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു. ബൈക്കിലെത്തിയ 2 അംഗ സംഘം, പ്രാങ്കാണ്, സ്കൂൾ കുട്ടിക്കും അറിയാം തട്ടിക്കൊണ്ടു പോകുന്നത്. ജെ ആക്ട് പ്രകാരം കേസെടുത്തു. നാട്ടുകാർ വളഞ്ഞു മാരെ, നാട്ടുകാർ വളഞ്ഞു. ഇത് നാട്ടുകാർ പേടിക്കില്ലേ? ഇത് എത്ര പേർക്കറിയാം പ്രാങ്കാണെന്ന്? ഇത് കാണുന്ന ഇപ്പോൾ ഒരു ബസ്സിൽ പോകുന്ന ഒരാളായിരിക്കും ഇത് കാണുന്നത്. അയാൾ വിചാരിക്കില്ലേ ഇത് സ്കൂൾ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാന്ന്? അയാൾ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറയില്ലേ? അത്രയും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഓടി വരണ്ടേ? ഓടി വന്ന് അവരുടെ സമയം പോവില്ലേ? റോഡ് ബ്ലോക്ക് ആവില്ലേ? ഇത് പിന്നെ വേറെ സാധനമുണ്ട്. ഈ മദ്യക്കുപ്പി റോഡിൽ ഇട്ട് കൊടുക്കുക. മദ്യക്കുപ്പി റോഡിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ബിവറേജിനടുത്തൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവർ നടന്നു വരുമ്പോൾ, മദ്യപാനികളായിട്ടുള്ളവർ നടന്നു വരുമ്പോൾ ഇത് കിടക്കുന്ന കണ്ടിട്ട് ഇവരിത് വന്ന് എടുക്കാൻ നേരത്തെ എന്ത് ചെയ്യുന്ന വെച്ചാൽ പാമ്പ് കഴിഞ്ഞ് കയ്യിലോട്ട് വരും. ഇത് റോഡ് സൈഡിലാണ് ഇട്ട് കൊടുക്കുന്നത്. ആലോചിക്കണം, എന്തുകൊണ്ട് ഒരു മനുഷ്യൻ സൈഡിൽ കൂടെ നടന്നു വരുന്ന ഒരു മനുഷ്യൻ അയാളുടെ ലെഫ്റ്റ് സൈഡിലാണ് കുപ്പി കിടക്കുന്നത്, സൈഡിൽ കൂടെ നടന്നു വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന കുപ്പി വലിച്ചെടുക്കുമ്പോൾ അവിടെ നിന്ന് പാമ്പ് വരുന്നു. അയാൾ ഇവിടെ എങ്ങോട്ട് മാറും? ബാക്കിലേക്ക് വരും. ബാക്കിൽ എവിടെയാണ്? റോഡാണ്, വണ്ടികൾ ചീറിപ്പായുന്ന റോഡാണ്. അയാൾ വണ്ടിയുടെ അടിയിൽ പോകും. മനസ്സിലായല്ലേ? ഇത് വലിയ അവിടുന്നാണ്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, അവിടുന്ന് ഇങ്ങോട്ട് ഡയറക്ഷനിൽ നമുക്കൊരു ഭയപ്പെടുന്ന ഒരു സാധനം വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് നിന്ന് കയറി കൊടുക്കില്ലല്ലോ, ബാക്കിലോട്ടല്ല വലിയ നോക്കൂ, വണ്ടിയുടെ അടിയിൽ പോകും. പിന്നെ CID പ്രാങ്ക്, അതായത് അതാണ് നേരത്തെ അടി കൊണ്ട സാധനം. അതായത് ആളുകളെ തേടി വരുന്ന CID ആയിട്ട് മുഖമൊക്കെ പിടിച്ചു നോക്കി, ഇയാളല്ല. പിന്നെ ഒരു ബ്രദർ പ്രാങ്ക് ഉണ്ട്. ബ്രദർ പ്രാങ്ക്, അതായത് കുട്ടിയുടെ ആങ്ങള ഇദ്ദേഹത്തെ വിളിച്ച് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹത്തിനിടയിൽ നിൽക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് ഇരിക്കുന്നിടത്ത് വന്നിട്ട് ഈ കുട്ടിയെടുത്ത് വന്നിട്ട് നിന്നെ എൻ്റെ ആങ്ങളെ വിളിക്കുന്നു, നീ വീട്ടിൽ പറയാതല്ലേ വന്നത് എന്നൊക്കെ ചോദിക്കുക. അതിലേ നടന്നു തന്നെ എത്ര പേര് ഇത് കേട്ടിട്ട് പോവുകയല്ല, അവിടെ കേട്ടിട്ട് പോകും. ചിലരെന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ ഈ മൊബൈൽ ഫോൺ ഇല്ലാത്ത ആരുമില്ല, ക്യാമറയുള്ള മൊബൈൽ ഫോൺ എല്ലാവരുടെ കയ്യിലുമുണ്ട്. ഇവൻ ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ ഇത് അപ്പിയില്ല, ചിലപ്പോൾ ഇത് തെറ്റിപ്പോയത് കൊണ്ട് ഇവൻ ഇത് അപ്പിയില്ല. പക്ഷേ ഈ ചോദ്യം ചെയ്യുന്ന ദൃശ്യം വേറെ ആരെങ്കിലും എന്ത് ചെയ്യും? എടുക്കും. അവരിതെടുത്ത് ഇങ്ങനെയോ ഒരു ക്യാപ്ഷൻ മതി, സ്കൂൾ കുട്ടികളെ വീട്ടിലേക്ക് വിടുന്ന എന്താ പറയുക, മാതാപിതാക്കൾ ആലോചിക്കുക, കുട്ടികൾ ഇവിടെയാണ്. ഈ ഒരു ചോദ്യം ചെയ്യൽ മാത്രം മതി ആ കുട്ടികളുടെ ജീവിതം പോവാൻ. ഇതിനെ പറ്റി പറയുമ്പോൾ ഇതൊക്കെ മലയാളികൾ കൊണ്ടുവരുന്ന പ്രാങ്കുകളാണ്. ഇത് വല്ലാത്തൊരു തരത്തിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് എങ്ങനെ ട്രോമ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഇവർ ഈ പ്രാങ്ക് ഒക്കെ കൊണ്ടുവരുന്നത്. ഈ വേറൊരു പ്രാങ്ക്, രസകരമായിട്ടുള്ളൊരു പ്രാങ്ക് ഞാൻ കണ്ടത്, പക്ഷെ അത് അനുഭവിക്കുന്ന ആൾക്കൊരു ട്രോമ വരും. ഞാൻ കണ്ടത് ഒരാളിങ്ങനെ നടന്നു വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ നടന്നു വന്നിട്ട് എതിരെ വരുന്ന ഒരു സ്ത്രീയോടോ അല്ലെങ്കിൽ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീയോടോ ഈ മൊബൈൽ ഇങ്ങനെ കാണിച്ചിട്ട് എനിക്കൊരു ഫോട്ടോ എടുത്ത് ഒരു വീഡിയോ എടുത്ത് തരാമെന്ന് പറയുന്നു. അവർ വീഡിയോ ഇങ്ങനെ എടുക്കാനായിട്ട് ഇങ്ങനെ മൊബൈൽ പിടിക്കുന്ന സമയത്ത് അവൻ ആ വീഡിയോയിൽ പറയുന്നത് ഞാൻ മരിക്കാൻ പോവുകയാണ്, ഇനി എന്നെ കാണില്ല എന്ന് പറഞ്ഞ ഒരു വിഷക്കൊപ്പി ഒന്നുമില്ല, സാധനം പൊട്ടിച്ച് വായിക്കാത്ത ഒഴിക്കുന്നു. ഇങ്ങനെ അവർ പേടിച്ചു, ഭയപ്പെട്ടു. ആ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഭയപ്പെട്ട് പെട്ടെന്ന് മൊബൈൽ അത് ചാടി പിടിക്കുകയാണ് ഇങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ പറയട്ടെ, ഇത് ആസ്വദിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ശരിയല്ല, അതുകൊണ്ടാണ് അവർക്ക് ഈ പ്രാങ്ക് ആസ്വദിക്കാൻ പറ്റാത്തത്. അതൊക്കെ വിദേശികളെ കണ്ടു നോക്കൂ, അവരുടെ അടുത്തേക്ക് ഈ പ്രാങ്കുകൾ വരുമ്പോൾ ഭയങ്കര രസകരമായിട്ട് അവർ എൻജോയ് ചെയ്യുകയാണ് ഈ പ്രാങ്കുകളൊക്കെ. ഒന്നാമത്തെ കാര്യം അവരുടെ കൾച്ചർ വേറെയാണ്, രണ്ടാമത്തെ കാര്യം അവിടുത്തെ പ്രാങ്ക് കാണണം. അവരുടെ പ്രാങ്ക് ഈ ലാഫ് ഔട്ട് ലൗഡ് എന്ന് പറഞ്ഞാൽ പരിപാടിയൊക്കെ ഉണ്ട്. അയ്യോ, അതിഗംഭീരമായിട്ടുള്ള പ്രാങ്കുകളാണ്. അത് രസകരമായിട്ടുള്ള പ്രാങ്ക്. എന്താ അറിയോ, ശ്യാം ഒരു സ്ഥലത്ത് നിൽക്കുകയാണെന്ന് വെച്ചോ, ശ്യാം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു പട്ടിക്കുട്ടിയെ കൊണ്ട് ശ്യാമിൻ്റെ കയ്യിൽ ഒരുത്തം തരും. ആ പട്ടിക്കുട്ടിയെ കൊണ്ട് തരുമ്പോൾ ശ്യാം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ബാക്കിൽ ഒരു അക്വേറിയം എന്ന് പറഞ്ഞാൽ ഒരു ഷോ പോലെ എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ ഗ്ലാസ്സിനകത്ത് കുറച്ച് പിരാനകൾ ഇട്ടേക്കും. പിരാന അതിൽ പുറത്ത് എഴുതി ഒട്ടിച്ചിരിക്കും, പിരാനയാണ് കൈയിടലെന്ന് ഇട്ടേക്കും. അപ്പോൾ ഈ പട്ടിക്കുട്ടിയെ പിടിച്ച് ഇയാൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനിപ്പോൾ മൂത്രം ഒഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പട്ടിക്കുട്ടിയുടെ ഉടമസ്ഥൻ പോകും. വേറൊരാൾ വന്ന് ഇയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പട്ടിയുടെ ഫേസ് ചെയ്യാതെ ഇയാൾ ഇങ്ങനെ തിരിഞ്ഞ് സംസാരിക്കും. അപ്പോൾ പുറകിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഈ പട്ടിയെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് അതിന്റെ ക്ലിപ്പ് മാത്രം എടുത്ത് എന്ത് ചെയ്യും, ആ പിരാനയുടെ ആ കൂട്ടിനകത്ത് അങ്ങ് ഇടും. ഇയാൾ സംസാരിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പട്ടിയുടെ ഇത് നേരെ പോയിരിക്കുന്ന പിരാനയുടെ കൂട്ടിലോട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇയാൾ പേടിച്ചു പോകും. എന്നിട്ട് ഇയാൾ പെട്ടെന്ന് അത് എടുത്ത് നോക്കുമ്പോൾ ഒരു പട്ടിയുടെ സ്കെലിറ്റൺ. രസകരമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ മൂത്രം ഒഴിക്കാൻ നമ്മൾ കയറൂലേ, നമ്മളൊരു പബ്ലിക് ടോയ്ലറ്റിൽ മൂത്രം ഒഴിക്കാനായിട്ട് കയറി. അത് പുരുഷന്മാരോടാണ് കേട്ടോ ചെയ്യുന്നത്, സ്ത്രീകളോട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പുരുഷന്മാരായിട്ടുള്ള ഒരാളെ മൂത്രം ഒഴിക്കാൻ കയറി അവർ ബാത്റൂം അടച്ച് കയറുമ്പോൾ തന്നെ ഇവരെന്ത് ചെയ്യും,
ഒരു വലിയ ബേസ് ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ കണ്ടെയ്നറിന്റെ സംഭവമില്ലേ, അതിങ്ങനെ ഉരുട്ടിക്കൊണ്ടുവരും, ട്രോളി ഉരുട്ടിക്കൊണ്ടുവന്നിട്ട് ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടോയ്ലറ്റ്സ് ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് പോലെ ഇരിക്കും, അതിനോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു പരവതാനി കാണും, അകത്തൊരു ഫംഗ്ഷൻ നടക്കുന്ന പോലെ ഒരു ഞൊടിയിടയിൽ സെറ്റ് ചെയ്യും. ഇവർ മൂത്രം ഒഴിച്ചിട്ട് പുറത്ത് ഇങ്ങനെ കതവ് തുറക്കുന്നത് ഒരു കാണുന്ന ഒരു ഫംഗ്ഷനാണ്. അതൊക്കെ ഭയങ്കര രസകരമായിട്ട് അവർ ചെയ്യുന്ന, വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന. ഹ്യൂമൻ അങ്ങനെയല്ല, ഹ്യൂമൻ സ്ത്രീകളെ കയറി പിടിക്കുക, ആൾക്കാരെ മറ്റേ ഉപദ്രവിക്കുക, ഭയപ്പെടുത്തുക, ട്രോമ കൊടുക്കുക, അതാണ് പ്രാങ്ക് ആയിട്ട് ഉമ്മ ചെയ്യുന്നത്. അല്ല, ഇവർ ചെയ്യുന്നതിനകത്ത് ഈ ഹൃദ്രോഗികളെ ചെയ്യുമ്പോൾ ഒരു ഇവർക്കറിയില്ലല്ലോ എങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ്, ആരോഗ്യവാനാണോ അല്ലയോ ഒന്നും തിരിച്ചറിയാതെയാണ് ഒരു മനുഷ്യന്റെ മുമ്പിൽ പാമ്പിനെയൊക്കെ വലിച്ചിട്ട് കൊടുക്കുക. പിന്നെ കുട്ടികൾ വല്ലാത്ത അവസ്ഥയാണ്, പാമ്പിനെയൊക്കെ വലിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന ഭയം ഹൃദ്രോഗികളെ ബാധിക്കും. പെട്ടെന്നുണ്ടാകുന്ന ഭയം, ആഘാതം, പിന്നെ ഇത് ദുഃഖം, ഇതൊക്കെ ഹൃദ്രോഗികളെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഇവന്മാർ യാതൊരു ഇതുമില്ലാതെ എടുത്ത് വെച്ച് കൈകാര്യം ചെയ്തിട്ട് ഇതെടുത്ത് യൂട്യൂബിൽ തട്ടി പിന്നെ ഈ പറയുന്ന റവന്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വേറൊരു സാധനമുണ്ട്, പിന്നെ ഈ ഗണ്ണു വെച്ചിട്ട് കളിപ്പാട്ടം തോക്കാണ്. കളിപ്പാട്ടം തോക്ക്, അതായത് ഒരാൾക്കൂട്ടത്തിൽ ചെന്ന് നിൽക്കുക, ഒരുത്തൻ ആൾക്കൂട്ടത്തിൽ ചെന്ന് നിൽക്കുക, അവനെ പെട്ടെന്ന് ഒരുത്തൻ വന്ന് ചോദ്യം ചെയ്യുക, ഇവന്മാർ തമ്മിൽ അടിയാവുന്നതിനിടയ്ക്ക് ഒരുത്തൻ തോക്കെടുക്കുക, തോക്കെടുക്കുന്നതിനിടയ്ക്ക് ഇവൻ കയറി മറ്റവനെ പിടിക്കുന്നതിനിടയ്ക്ക് ചൂണ്ടുന്നതല്ല ഈ ആൾക്കാരുടെ നേരെ. ആൾക്കാർ ചിതറി ഓടുക പേടിച്ചിട്ട്, ഭയന്ന് ഓടുകയാണ്. അതൊരു സ്റ്റാമ്പീഡാണ്. ഇടയ്ക്ക് ആരെങ്കിലും താഴെ വീണ് മരണപ്പെട്ടില്ലേ. പിന്നെ ഒരു മറ്റേ വലിയ ഫ്രിഡ്ജിന്റെ കവർ എടുത്തുകൊണ്ട് നാട്ടുകാരുടെ തലയിട്ട് കൊടുക്കും. അടിയിട്ട കേസാണ്. നടന്നു വന്ന ഒരാളെ പുറകെ കൂടെ വരുക, ഇതെടുത്ത് ഇതിനെ മേളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്താ ചെയ്യാന്ന് പറയുന്നത്. പിന്നെയുണ്ട് പിന്നെ ഈ ലവ് പ്രാങ്ക് ഉണ്ട്. ചെന്നിരുന്ന് സ്ത്രീകളുടെ അടുത്ത് ചെന്നിരിക്കുക, ഫോൺ എടുത്ത് ചെവിയിലോട്ട് വെക്കുക, എന്നിട്ട് ഈ സ്ത്രീയുടെ അതേ രൂപത്തിൽ ഇരുന്ന് അതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ചില കുട്ടികൾക്ക് അത് വലിയ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ഈ പാർക്കിലാണ് ചെന്ന് ഈ സംഭവം ചെയ്യുന്നത്. ഈ പാർക്കിൽ ഇരിക്കുന്നവരെല്ലാവരും നമുക്ക് അടി കൊടുത്ത് ഓടിക്കുന്നതിന്റെ അല്ല, എല്ലാവരും ഉല്ലാസത്തിനല്ലല്ലോ അവിടെ വരുന്നത്. ചിലർ മനോവേദന ഉണ്ടോ, ചിലർ ആത്മഹത്യക്ക് തൊട്ടുമുമ്പായിരിക്കും സല്ലപിക്കാൻ. ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ പാർക്കിൽ വന്നിരിക്കുന്നവർ ചിലപ്പോൾ നാളെ ആത്മഹത്യ എന്ന് വിചാരിച്ചിരിക്കുന്നത് ഈ തീരുമാനം എടുക്കാനായിരിക്കും അവിടെ വന്നിരിക്കുന്നത്. അവിടെയാണ് ഇവൻ കൊണ്ടുവന്ന് വലിയ ട്രോമ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ കോവൈ 360 എന്ന് പറഞ്ഞിട്ടൊരു പ്രാങ്ക് ടീം ഉണ്ടായിരുന്നു. അവന്മാർ കേസെടുത്തത് പിന്നെ അവന്മാർ ഇപ്പോൾ അത് സ്ക്രിപ്റ്റഡ് ആക്കി, അവർ തന്നെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, അവർ തന്നെ ആളുകളെ കൊണ്ടുവന്ന് അവരെ അഭിനയിപ്പിച്ചാണ് ചെയ്യുന്നത്. അവന്മാർക്കെതിരെ കഴിഞ്ഞ വർഷം വലിയ കേസെടുത്തു. അവന്മാർക്കെതിരെ ഈ സൈബർ നിയമപ്രകാരം കേസെടുത്തു. അതുപോലെ തന്നെ JJ ആക്ട് പ്രകാരമൊക്കെ കേസെടുത്തു. അവന്മാരെ തമിഴ്നാട് പോലീസ് അവന്മാരെ ഒതുക്കി. തമിഴ്നാട് ബേസ് ചെയ്തിട്ടാണ് ഇത്. തമിഴ്നാട് എല്ലാവരും ഒതുക്കുന്നുണ്ട്. ഇയാളെ മാത്രമല്ല, TTF വാസൻ എന്ന് പറഞ്ഞ ഒരു ബൈക്ക് റൈഡർ ഉണ്ട് അവിടെ. അവന്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ബൈക്ക് പായിക്കുക, ബൈക്ക് ഭയങ്കര ബൈക്ക് റേസിംഗ്. അതാണ് ഒരുപാട്. ഇവിടെ നമ്മുടെ ഈ ബുൾജെറ്റിനെയൊക്കെ പോലെയാണ് അവിടെ അവൻ. തൊട്ടാ തമിഴ്നാട് കത്തു എന്ന് പറഞ്ഞവൻ അടിച്ചൊതുക്കി ചാക്കി കെട്ടി ലൈസൻസ് റദ്ദാക്കി. നമ്മുടെ സഞ്ജു ടെക്കിയൊക്കെ ചെയ്തില്ലേ, അതുപോലെ ലൈസൻസ് ഒക്കെ റദ്ദാക്കി ഒതുക്കി കൈ കൊടുത്തു. അങ്ങനെയൊക്കെ തമിഴ്നാട് സർക്കാർ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. വേറൊരു സാധനം ഉണ്ട് കേട്ടോ, 3 ബോക്സുകൾ തല വെച്ചുകൊണ്ട് പോകാം. എന്നിട്ട് ഈ കുട്ടികൾ അടുത്ത് വരുമ്പോഴത്തേക്ക് ഇതിലെ 2 ബോക്സ് അങ്ങ് തറയിലോട്ടാണ്. അത് ഇവന്റെ കയ്യിൽ നിന്ന് പോകത്തില്ല, ഇതിങ്ങനെ അങ്ങോട്ട് കുട്ടികളിലേക്ക് പോകും. ഇതും റോഡിലാണ് ചെയ്തത്. റോഡ് ചെയ്യുമ്പോൾ അപകടം എന്ന് പറഞ്ഞാൽ, റോഡെന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം, നമ്മൾ കാൽനട യാത്രക്കാരനാണെങ്കിൽ പോലും റോഡിൽ ശ്രദ്ധ വേണം. വാഹനങ്ങൾ ഡ്രൈവർമാർ മാത്രമല്ല, കാൽനട യാത്രക്കാരനും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കുട്ടികൾ എവിടെ റോഡിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ വലിയ മരണം സംഭവിക്കും. ഇത് ഒരു പിന്നെ ഈ പ്രാങ്ക് പരിപാടി കാണിച്ചിട്ട് കൊല്ലത്ത് 2 സ്ത്രീകൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അറിയോ? പ്രാങ്ക് പരിപാടി കാണിച്ചിട്ട് കൊല്ലത്ത് 2 സ്ത്രീകൾ ആത്മഹത്യ. കുടുംബം തകർന്ന 2 സ്ത്രീകളും 3 മരണം സംഭവിച്ചു. ഒരാൾക്ക് കാമുകനുണ്ട്, ഒരാളെ വേറൊരു സ്ത്രീ കാമുകനായിട്ട് അഭിനയിച്ചുകൊണ്ട് ഈ സ്ത്രീയെ കൊണ്ട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ സ്ത്രീ മെസ്സേജ് അയച്ച് ഈ സ്ത്രീ വിശ്വസിച്ചു ഇതൊരു ആണാണ്, കാമുകനാണെന്ന് വിചാരിച്ചു. ഈ സ്ത്രീ കുഞ്ഞിനെ കൊന്നു. അന്വേഷണം ഈ കാമുകനിലെത്തിയപ്പോൾ ഇതും സ്ത്രീയാണ്. ഇതുവരും ഇവരുടെ കൂട്ടുകാരും കൂടെ പോയി ആത്മഹത്യ ചെയ്തത്, ആറ്റിൽ ചാടി മരിച്ചത്. ഇത് 3 പേരും മരണപ്പെട്ടു. പ്രാങ്ക് കാണിച്ചതാണ്. എന്തായാലും ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഒരു സൊല്യൂഷൻ കൂടെ പറഞ്ഞ് നിർത്താം. സൊല്യൂഷൻ പോലീസ് കേസെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വിച്ച് ഇട്ട പോലെ നിർത്താൻ പറ്റുമല്ലേ? സ്വിച്ച് ഇട്ടതുപോലെ നിർത്താൻ പറ്റും. ഞാനിത് കാണാൻ പറ്റുന്ന ഈ സിറ്റിയിൽ ഒരു സ്ഥലത്ത് വാട്ടർ ബലൂണിൽ വെള്ളം നിറച്ചിട്ട് പോകുന്നവരൊക്കെ എറിഞ്ഞിട്ട് പിന്നെ സോറി പോയി പറയും. കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടിയ അവനും നന്നായിട്ടറിയാം. പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ ഇതൊരു സാമൂഹിക വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയാണ് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പ്രശസ്തിക്ക് കൂടി വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്നവർക്ക് മനസ്സിലാകും ഇതിൻ്റെ ഇത് എന്താ പറയുക, ഇതിൻ്റെ ആഘാതം എത്രത്തോളമാണെന്ന്. ചിലർ പറയും എന്താ പറയുക, തന്ത വൈബിലിരുന്ന് 2 പേർ ചർച്ച ചെയ്യുന്നു. ശരി.